പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന വീഴ്ചകൾ പലപ്പോഴും ആ വ്യക്തിയുടെ മാത്രം ഒരു പ്രശ്നമല്ല, പലപ്പോഴും ഒരു കുടുംബത്തിൻ്റെയും കൂടെ പ്രശ്നമായി തീരാറുണ്ട്. അത് ആ വ്യക്തിയുടെ ചലന സ്വാതന്ത്ര്യത്തെയും ആത്മവിശ്വാസത്തെയും പലപ്പോഴും കെടുത്തുന്ന ഒന്നാണ് ഈ വീഴ്ചകൾ എന്ന് പറയുന്നത്. പലപ്പോഴും ആദ്യമുണ്ടാകുന്ന വീഴ്ചകൾ പലപ്പോഴും അത് തുടർച്ചയായിട്ടുള്ള വീഴ്ചകൾക്കും ഒരു കാരണമാകാറുണ്ട്. എന്തുകൊണ്ടാണ് പ്രായമാകുമ്പോൾ വീഴ്ചകൾ ഉണ്ടാകുന്നത്? പ്രധാനമായും നമ്മുടെ പേശികൾക്കുണ്ടാകുന്ന പേശി ശോഷണമാണ്, പേശികൾക്കുണ്ടാകുന്ന ബലക്കുറവാണ് ഒരു പ്രധാനമായ കാരണം. പ്രത്യേകിച്ച് പ്രായമാകുമ്പോൾ നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ അളവിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമ്മുടെ പേശിയുടെ സ്ട്രെങ്ത് കുറയ്ക്കുകയും അത് പേശി ശോഷണത്തിനിടയാവുകയും നമുക്ക് ബലക്കുറവ് അനുഭവപ്പെടാറുണ്ട്. പ്രായമാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ഓൾസോ നമുക്ക് കുറഞ്ഞു വരാം. അതായത് ഒരു ഡീജനറേഷൻ ഓഫ് ദി സെറിബെല്ലം ആൻഡ് സെറിബ്രം നമുക്കുണ്ടാകാം. അപ്പോൾ നമ്മുടെ പല പ്രവർത്തനങ്ങൾക്കും ഏകോപിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രതികരണശേഷി, വീഴ്ച തടയാനുള്ള പ്രതികരണശേഷി ചിലപ്പോൾ പെട്ടെന്ന് കുറഞ്ഞെന്ന് വരാം. അതുപോലെ നമുക്കൊരു കോഗ്നിറ്റീവ് ഡിസ്ഫങ്ഷനൊക്കെ വരാം. പ്രായമാകുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചകൾക്ക് വ്യത്യാസം വരാം. കാറ്ററാക്റ്റ് മൂലയും ഗ്ലൗക്കോമ മൂലയും നമ്മുടെ കണ്ണിനുണ്ടാകുന്ന മാന്ദ്യം, അതുപോലെ തന്നെ കേൾവിക്കുറവുകൾ ഉണ്ടാകാം പ്രായമാകുമ്പോൾ. അതുപോലെ തന്നെ സ്പർശനശേഷി, കാലിൻ്റെയും ഒക്കെ സ്പർശനശേഷി കുറയാം. ഇതെല്ലാം നമ്മുടെ ശരീര ബാലൻസ് നിലനിർത്തുന്നതിന് തടസ്സം ഉണ്ടാകുകയും വീഴ്ചകൾക്ക് കാരണമായി തീരുകയും ചെയ്യും. ഈ വീഴ്ച മൂലം ഉള്ള പ്രശ്നം എന്താണ്? ഈ വീഴ്ചയിലൂടെ നമുക്ക് ചിലപ്പോൾ പരിക്കുകൾ ഉണ്ടാക്കാം. ചിലപ്പോൾ നടന്നു പോകുന്ന വഴിക്കായിരിക്കാം വീഴ്ച ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കട്ടിലിൽ കിടക്കുന്നയാൾ കട്ടിലിൽ നിന്ന് വീഴാം. അങ്ങനെ ഒക്കെ വീഴ്ചകളുണ്ടാകാം. ഈ വീഴ്ചയിൽ നമുക്ക് പ്രധാനമായും ശരീരത്തിന് പരിക്കുകൾ ഉണ്ടാകാം. ചില നീർക്കെട്ടുകളെ, ചതവുകളെ, അതിൻ്റെ സിവിയറിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ തലച്ചോറിൽ പരക്കുകളെ, തലച്ചോറിൽ ബ്ലീഡിങ്, ഇൻറ്റേർണൽ ബ്ലീഡിങ്, പ്രത്യേകിച്ച് ചില മരുന്നുകൾ ക്ലോപ്പിലെറ്റ്, എക്കോസ്പിരിൻ കഴിക്കുന്നവരിലെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാകാം. അതുപോലെ തന്നെ അസ്ഥികൾക്ക് പരിക്കുണ്ടാകും. പ്രധാനമായും കൈ, തണ്ട, ഹിപ്പ് ഫ്രാക്ചേഴ്സ്, സ്പൈൻ ഫ്രാക്ചേഴ്സ് ഒക്കെയാണ്, ഓസ്റ്റിയോപൊറോട്ടിക് സ്പൈൻ ഫ്രാക്ചേഴ്സ് ഒക്കെ നമുക്ക് അനുഭവപ്പെടാം. പിന്നെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, റിബ് ഫ്രാക്ചർ ഉണ്ടായാൽ നമുക്ക് ലങ്സ് ഇഞ്ചുറി വരാം. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓർഗൻസിന് പരിക്കുകൾ വരാം. പ്രധാനമായും ഈ ഫ്രാക്ചറുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ചലന സ്വാതന്ത്ര്യം ആണ് അവിടെ നഷ്ടപ്പെടുന്നത്. എങ്ങനെ നമുക്ക് പരിക്കുകൾ കണ്ടുപിടിക്കാം? ഒരാൾ ഒരു വീട്ടിൽ വീണാൽ എന്താണ് നമ്മൾ ആദ്യം ചെയ്യുക? ആദ്യം ഒരു ഹെഡ് ടു ഫുട്ട് എക്സാമിനേഷൻ ചെയ്യുക. എന്താണ് പറ്റിയിരിക്കുന്നത് എന്ന് നോക്കുക. തലച്ചോറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഓർമ്മക്കുറവോ, ബോധക്ഷയമോ, ഛർദിലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വല്ലതും ഉണ്ടോ? അതുപോലെ തന്നെ എവിടെയെങ്കിലും ചതവുകൾ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും കൈകാലുകൾ അനക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഫ്രാക്ചർ ഉണ്ടായി എന്ന് അനുമാനിക്കാം. അല്ലെങ്കിൽ നിൽക്കാനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫ്രാക്ചർ ഉണ്ടായി എന്ന് അനുമാനിക്കാം. അങ്ങനെയൊക്കെ ആ ഒരു പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ആശുപത്രിയിൽ പോവുകയും വിദഗ്ധ പരിശോധനയും ഹെഡ് ടു ഫുട്ട് എക്സാമിനേഷൻ വേണ്ടിവരാം. നമുക്ക് ഈ വീഴ്ചകൾ എങ്ങനെ തടയാൻ സാധിക്കും? നേരത്തെ തന്നെ പറഞ്ഞു, ഇത് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപജയമാണ് ഈ വീഴ്ചകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പേശി ശോഷണമാണ്. നമ്മൾ പേശികളെ ബലപ്പെടുത്തുന്ന വ്യായാമങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയാൽ, പേശികൾക്ക് വേണ്ടത്ര ബലം അത് തുടർന്ന് നിലനിർത്തിയാൽ നമുക്ക് ഈ വീഴ്ചകൾ തടയാൻ സാധിക്കും. അതുകൊണ്ട് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സന്ധികൾക്ക് വഴക്കം കുറഞ്ഞാലും നമുക്ക് വീഴ്ചകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ജോയിൻറ്റ് സ്ട്രെച്ചിങ് എക്സസൈസുകളും വഴക്കം നൽകുന്ന റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് എക്സസൈസുകളും ഒക്കെ നമുക്ക് നല്ലതാണ്. എന്തെങ്കിലും നമുക്ക് ബ്രെയിൻ ഡിസ്ഫങ്ഷൻ തോന്നിയാൽ അത് ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഓർമ്മക്കുറവോ, ഡിലീറിയമോ, ട്രിമറ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് വേണ്ട സമയത്ത് പരിശോധന നടത്തി അത് പരിഹരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കൂടെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചകൾ പരിശോധിക്കണം. പലപ്പോഴും കാഴ്ചകൾ മങ്ങുന്നത് ചിലപ്പോൾ ഒരാൾ അറിഞ്ഞില്ലെന്ന് വരാം. അത് വേണ്ട സമയങ്ങളിൽ വിദഗ്ധ ഒഫ്താൽമോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി അതിന് പരിഹാരം നേടേണ്ടതാണ്. അതുപോലെ തന്നെ ചെവിയുടെ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് കണ്ടുപിടിക്കുന്നതിനും ചെവിയുടെ പരിശോധനകൾ ENT സർജനെ കണ്ട്, ഒരു ENT വിദഗ്ധനെ കണ്ട് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ വീടുകളിൽ ചില ഇൻറ്റേർണൽ അറേഞ്ച്മെൻറ്റ് ചെയ്താൽ, നമുക്ക് പ്രായമായവർ ഉള്ള വീടുകളിൽ നമുക്ക് വേണ്ട ഇൻറ്റേർണൽ അറേഞ്ച്മെൻറ്റ് ചെയ്താൽ വീഴ്ചകൾ തടയാൻ സാധിക്കും. പ്രത്യേകിച്ച് പ്രായമായവർ നടക്കുന്ന പ്രതലങ്ങളിൽ സ്മൂത്ത് പ്രതലങ്ങളല്ലാത്തതായിരിക്കണം. ആൻറ്റി സ്കിഡ് ടൈലുകളുടെ ഉപയോഗം ബാത്റൂമുകളിൽ നല്ലതാണ്. അതുപോലെ തന്നെ അവർക്ക് പിടിച്ച് നടക്കാനുള്ള റെയിലുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കാം. പിടിച്ചെഴുന്നേക്കാനുള്ള ഗ്രിപ്പ് ഉണ്ടാകാനുള്ള റെയിലുകളോ അല്ലെങ്കിൽ റോപ്പുകളോ ഒക്കെ ഉപയോഗിക്കാം. പിന്നെ അവർ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ വളരെ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടും ആൻറ്റി സ്ലിപ്പറി ഒക്കെ ആയിരിക്കണം. പിന്നെ കൂടെ വീട് മാറുമ്പോൾ നമുക്ക് സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ കുറഞ്ഞു പോകാം. അത് വീഴ്ചകൾക്ക് കാരണമാകാം. വീടുകളിലുള്ള പടികൾ കഴിയുന്നതും ഒഴിവാക്കുക. കാരണം അവർക്ക് സ്മൂത്തായിട്ടുള്ള ചലനം ഉണ്ടാക്കാൻ ആ പടികൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഒരാൾക്ക് ബലക്കുറവ് ഉണ്ടെന്ന് തോന്നിയാൽ വേണ്ട വാക്കിംഗ് എയ്ഡ്സ് കൊടുക്കുക. കുത്തി നടക്കുന്ന വടികളും അല്ലെങ്കിൽ വാക്കർ തുടങ്ങിയ സപ്പോർട്ടുകൾ കൊടുക്കുന്നത് തീർച്ചയായും ഒരു വീഴ്ചകൾ തടയുന്നതിന് സഹായിക്കും. 65 വയസ്സ് കഴിഞ്ഞവർ തീർച്ചയായും ഫോൾ റിസ്ക് അസസ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും.
ഒരു വിദഗ്ധ ഡോക്ടർ സഹായം തീർച്ചയായും തേടുന്നത് നല്ലതായിരിക്കും. ഒരു ഡോക്ടർക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ അവരുടെ കൺസൾട്ട് റൂമിലേക്ക് വരുമ്പോൾ ഉള്ള അവരുടെ ഗേറ്റ് അനാലിസിസിലൂടെയും അതുപോലെ തന്നെ അവരുടെ സംസാരത്തിലൂടെയും അതുപോലെ തന്നെ അവരെ വിദഗ്ധ ക്ലിനിക്കൽ പരിശോധനയിലൂടെയും ഒക്കെ അവർക്ക് വീഴ്ചകൾ വരാൻ സാധ്യതയുണ്ടെന്ന് വേണേൽ കണ്ടുപിടിക്കാം. ഫ്രാക്ചർ ഫോൾ റിസ്ക് അസസ്മെൻറ്റ് ചെയ്യുന്നത് 65 വയസ്സ് കഴിഞ്ഞവർക്ക് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ പേശി ശോഷണം ഉണ്ടാകാതിരിക്കാൻ തീർച്ചയായും വ്യായാമത്തിൽ ഏർപ്പെടുക. നമ്മുടെ ബോൺ സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടി യഥാസമയം കാൽസ്യം, വൈറ്റമിൻ ഡി റിച്ച്, പ്രോട്ടീൻ റിച്ച് ആഹാരങ്ങൾ ഉപയോഗിക്കുക. ഡയറ്റിൽ വേണ്ട മോഡിഫിക്കേഷൻ വരുത്തുക. അതുപോലെ അമിതമായ ആൽക്കഹോളിൻ്റെ ഉപയോഗം കുറയ്ക്കുക തുടങ്ങിയവയിലൂടെ നമുക്ക് വീഴ്ചകൾ തടയാൻ സാധിക്കും.